പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിന് വേണ്ടി നമുക്കൊരല്പസമയം ചേർന്ന് പ്രാർത്ഥിക്കാം. അതിനുശേഷം ദൈവത്തിൻ്റെ വചനം ധ്യാനിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കട്ടെ. എല്ലാവർക്കും കണ്ണുകളടയ്ക്കാം. യേശുവേ നന്ദി. നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല സന്ധ്യയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഇന്ന് രാത്രിയിൽ നിന്റെ വചനം ഒരല്പസമയം ധ്യാനിക്കുവാനും വചനം ചിന്തിക്കുവാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വചനത്തിൽ നിന്നും നല്ല ആലോചനകൾ തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. അവിടുത്തെ കരത്തിൽ ഞങ്ങളെ താഴ്ത്തുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കടന്നു വന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രി ദൈവവചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കൃത്യമായി നമ്മളോട് സംസാരിക്കാൻ വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാം. ഇന്നത്തെ രാത്രിയിലെ നമ്മുടെ വചന ധ്യാനത്തിന് വേണ്ടി ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ നമുക്ക് വേഗത്തിൽ ആരെങ്കിലും ഒരാൾ വായിച്ച് സഹായിക്കുക. വേഗം വായിക്കാം. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ ചില വാക്യങ്ങൾ. അതിന്റെ ശേഷം ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചത് എങ്ങനെയെന്നാൽ, അബ്രഹാമേ എന്ന് വിളിച്ചതിനെ ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, നിന്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ ഇസ്ഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോറിയാദേശത്ത് എന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്ക എന്ന് അരുളി ചെയ്തു. അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട് കെട്ടി ബാല്യക്കാരിൽ 2 പേരെയും തൻ്റെ മകൻ ഇസ്ഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. ദൈവം തന്നോട് കൽപ്പിച്ച സ്ഥലത്തേക്ക് പോയി. 3-ാം ദിവസം അബ്രഹാം നോക്കി ദൂരത്ത് നിന്ന് ആ സ്ഥലം കണ്ടു. അബ്രഹാം ബാല്യക്കാരോട്, നിങ്ങൾ കഴുതയുമായി ഇവിടെ ഇരിപ്പിൻ, ഞാനും ബാലനും അവിടത്തോളം ചെന്ന് ആരാധന കഴിച്ചു മടങ്ങി വരാം എന്ന് പറഞ്ഞു. മതി, നിൽക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ വായിച്ച ഈ 22-ാം അധ്യായത്തിൽ നിന്ന് 2 ചിന്തകളാണ് ആമേൻ ദൈവാത്മാവ് നമുക്ക് ഇന്ന് രാത്രിയിൽ തന്നത്. അത് രണ്ടും നമുക്ക് പറയുവാൻ സമയമില്ല. അതിലൊന്ന് നമ്മൾ ഇന്ന് രാത്രിയിൽ ചിന്തിക്കും. അതിൻ്റെ 2-ാം ഭാഗം അടുത്ത എപ്പിസോഡിൽ നമ്മൾ പറയും. നമുക്ക് ഇന്ന് രാത്രിയിൽ വചനത്തിലേക്ക് മടങ്ങി വരാം. ഇവിടെ നമ്മൾ കാണുന്നത് 2 ചിന്തകൾ. സ്തോത്രം. ഒന്ന്, അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അതിൻ്റെ ശേഷം അബ്രഹാമിനെ പരീക്ഷിച്ചതെന്നാൽ. ഇന്ന് രാത്രിയിൽ നമ്മൾ അതാണ് ചിന്തിക്കുന്നത്, പരീക്ഷ എന്ന വിഷയം. സ്തോത്രം. 2-ാമതായിട്ട് ഇതിനകത്ത് കാണുന്നത് ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പോവുകയാണ്. യാഗം എന്ന വിഷയമാണ്. അത് 2-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ പറയും. സ്തോത്രം. നമുക്ക് മടങ്ങി വരാം. വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ 3 പരീക്ഷകളുണ്ട്. അതിലൊന്ന് ദൈവത്തിൻ്റെ പരീക്ഷ, 2 നമ്മുടെ സ്വന്തം മോഹങ്ങളാൽ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നു, 3 സാത്താന്റെ പരീക്ഷ. പ്രൈസ് ദി ലോർഡ്. 1 ദൈവത്തിൻ്റെ പരീക്ഷ, 2 സ്വന്തം മോഹങ്ങളാൽ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നു, 3-ാമത്തെ പരീക്ഷ സാത്താന്റെ പരീക്ഷ. ഈ 3 പരീക്ഷയ്ക്കും പ്രത്യേകതകളുണ്ട്. സ്തോത്രം. നമ്മൾ ഇന്ന് രാത്രി ചിന്തിക്കുന്നത് അബ്രഹാമിനെ ദൈവം പരീക്ഷിച്ച പരീക്ഷയെ കുറിച്ചാണ്. സ്തോത്രം. അബ്രഹാമിന്റെ ജീവിതത്തിൽ 3 പരീക്ഷകൾ ഉണ്ടായിരുന്നു. ആദ്യത്തെ പരീക്ഷ തൻ്റെ ദേശം വിടണം, ചാർച്ചക്കാരെ വിടണം, പൃഥുഭവനം വിടണം,
നീ അവിടുന്ന് വിട്ട് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടണം. ആ പരീക്ഷ അബ്രാഹാം പാസ്സായി. സ്തോത്രം. രണ്ടാമത്തെ പരീക്ഷ സാമ്പത്തികമായിരുന്നു. 13-ാമത്തെ അധ്യായത്തിൽ വന്നപ്പോൾ അബ്രാഹാമിന്റെ മുൻപിൽ വിശാലമായി ദേശമുണ്ടായിരുന്നിട്ടും അബ്രാഹാം ലോത്തിനോട് പറഞ്ഞു, നിനക്കിഷ്ടമുള്ളതൊക്കെയും തെരഞ്ഞെടുക്കാം. അബ്രാഹാം ഒരിക്കലും ദേശം തെരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചില്ല. ഞാൻ എടുത്തതിൻ്റെ ബാക്കി നിനക്കെടുക്കാം, അല്ലെങ്കിൽ ഞാൻ കാണിക്കുന്ന ഭാഗം നീ എടുക്കുക, ബാക്കിയെല്ലാം എനിക്ക് വേണമെന്ന് അബ്രാഹാം പറഞ്ഞില്ല. എത്ര വേണേലും അബ്രാഹാമിന് തിരഞ്ഞെടുക്കാമായിരുന്നു. അബ്രാഹാം ഒന്നും തിരഞ്ഞെടുത്തില്ല. സാമ്പത്തികമായി കോടിക്കണക്കിന് വില വരുന്ന വസ്തുവകകളും സമ്പത്തുകളും തിരഞ്ഞെടുക്കുവാൻ അബ്രാഹാമിന് സാവകാശം കിട്ടിയിട്ടും അബ്രാഹാം അത് തള്ളിക്കളഞ്ഞു. ആ സാമ്പത്തിക പരീക്ഷയിലും അബ്രാഹാം പാസ്സായി. സ്തോത്രം. മൂന്നാമത് നമ്മൾ കാണുന്നത്, അബ്രാഹാമിന് സ്വന്തം മകനെ യാഗം കഴിക്കാൻ ദൈവം ആവശ്യപ്പെടുകയാണ്. അത് ദൈവത്തിന്റെ പരീക്ഷയായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നു, അതിൻ്റെ ശേഷം അബ്രാഹാമിനെ പരീക്ഷിച്ചതെന്തെന്നാൽ. സ്തോത്രം. ദൈവത്തിന്റെ പരീക്ഷയായിരുന്നു. ഈ പരീക്ഷയിലും അബ്രാഹാം പാസ്സാകുകയാണ്. സ്തോത്രം. ആദ്യത്തെ പരീക്ഷ, ദേശം വിടണം, ചാർച്ചക്കാരെ വിടണം, പൃഥുഭവനം വിടണം, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെടണം. ആ പരീക്ഷ അബ്രാഹാം പാസ്സായി. രണ്ടാമത്തെ പരീക്ഷ സാമ്പത്തികമായിരുന്നു. കോടിക്കണക്കിന് സ്വത്തുക്കൾ വെട്ടിപ്പിടിക്കാൻ അബ്രാഹാമിന്റെ മുൻപിൽ അവസരം ഉണ്ടായിട്ടും അബ്രാഹാം ഒന്നും പിടിക്കാൻ ആഗ്രഹിച്ചില്ല. ലോത്തിനോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളതൊക്കെയും തിരഞ്ഞെടുക്കാം. നീ തെക്കോട്ടാണെങ്കിൽ ഞാൻ വടക്കോട്ടെ, നീ പടിഞ്ഞാട്ടാണെങ്കിൽ ഞാൻ കിഴക്കോട്ടെ. നമ്മളായിരുന്നെങ്കിൽ എന്തു പറഞ്ഞേനെ? നമ്മളായിരുന്നെങ്കിൽ പറഞ്ഞേനെ, എന്നെ വിളിച്ച ദൈവം വലിയവനാണ്, എൻ്റെ മുമ്പിൽ കാണുന്ന ഈ സമ്പത്തുകളെല്ലാം എനിക്ക് ദൈവം തന്നതിനായി സ്തോത്രമെന്ന് പറഞ്ഞ് നമ്മൾ ഇഷ്ടം പോലെ വെട്ടിയെടുക്കുമായിരുന്നു. അബ്രാഹാം ഒന്നും എടുത്തില്ല. കാരണം അബ്രാഹാമിന് പൈസ വലുതായി തോന്നിയില്ല. സ്തോത്രം. ആമേൻ. അബ്രാഹാം അത് തള്ളിക്കളഞ്ഞു. മൂന്നാമത്, അബ്രാഹാമിന്റെ ജീവിതത്തിൽ ഏറ്റവും വിലയുള്ളത് അബ്രാഹാമിന്റെ മകനായ ഇസഹാക്കായിരുന്നു. സ്തോത്രം. ആ വീട്ടിൽ ഏറ്റവും വിലയുള്ളതായിരുന്നു. ദൈവം അബ്രാഹാമിനോട് ആവശ്യപ്പെട്ടു, എനിക്ക് യാഗം കഴിക്കണം. അതൊരു പരീക്ഷയായിരുന്നു. സ്തോത്രം. ആമേൻ. ദൈവത്തിന് നന്ദി പറയാം. അബ്രാഹാം ആ പരീക്ഷയ്ക്ക് വേണ്ടി അബ്രാഹാം പുറപ്പെടുകയാണ്. ഇനിയും ഈ പരീക്ഷയെ കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിപ്പാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ പരീക്ഷയ്ക്ക് ചില പ്രത്യേകതകളുണ്ട്. അബ്രാഹാമിനെ വിളിച്ചിട്ട് ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന, അല്ലെങ്കിൽ നീ ഇവിടുന്ന് 3 ദിവസത്തെ വഴിദൂരം പുറപ്പെട്ട് മോറിയ മലയിൽ ചെന്ന് നിന്റെ ഏകജാതനായ ഇസഹാക്കിനെ എനിക്ക് വേണ്ടി യാഗം കഴിക്കാൻ പറഞ്ഞു. സ്തോത്രം. രാത്രിയിൽ അബ്രാഹാമിനോട് രഹസ്യമായിട്ട് ദൈവം ആവശ്യപ്പെട്ടു. സ്തോത്രം. നേരം വെളുത്തപ്പോൾ അബ്രാഹാം ഇസഹാക്കിനെയും അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് അബ്രാഹാം പുറപ്പെട്ടു. സ്തോത്രം. ഇവിടുത്തെ ഒന്നാമത്തെ പ്രത്യേകത, ദൈവത്തിന്റെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പറ് തലേ ദിവസം കിട്ടും, നേരത്തെ കിട്ടും. സ്തോത്രം. അബ്രാഹാമിനോട് നേരത്തെ ദൈവം പറഞ്ഞു, നിന്റെ ഏകജാതനായ മകനെ കൂട്ടിക്കൊണ്ട് മോറിയ മലയിൽ ചെന്ന് ഞാൻ പറയുന്ന സ്ഥലത്ത് എനിക്ക് വേണ്ടി യാഗം കഴിക്കണം. അങ്ങനെ അബ്രാഹാമിന് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപേ ദൈവം ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തു. സ്തോത്രം പറഞ്ഞാട്ടെ. അതുകൊണ്ട് എനിക്കിന്ന് രാത്രി പറയാനുള്ള, ദൈവത്തിന്റെ പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ നേരത്തെ ദൈവം നമുക്ക്
എന്ത് ചെയ്യും? ആ പരീക്ഷയ്ക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പർ തന്നിരിക്കും. ഒന്നെങ്കിൽ ദർശനത്തിലൂടെ അത് തരും, അല്ലെങ്കിൽ ദൈവം സ്വപ്നത്തിലൂടെ അത് തരും, അല്ലെങ്കിൽ കർത്താവ് നേരിട്ട് നമ്മളോട് സംസാരിക്കും. എങ്ങനെ ആയിരുന്നാലും ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കിട്ടും. രണ്ടാമത്തെ പ്രത്യേകത, അബ്രാഹാം ഈ പരീക്ഷയ്ക്ക് മോറിയ മലയിലേക്ക് കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം അബ്രാഹാമിനോട് കൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ പരീക്ഷയിലൂടെ, ദൈവത്തിന്റെ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരു കാര്യം അറിയണം. എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം കാണും. സ്തോത്രം, ഹല്ലേലൂയ. ക്വസ്റ്റ്യൻ പേപ്പർ തലേ ദിവസമേ കിട്ടി. ദൈവ സാന്നിധ്യം അബ്രാഹാമിനോട് കൂടെ ഉണ്ടായിരുന്നു. അബ്രാഹാം പരീക്ഷയ്ക്ക് വേണ്ടി പുറപ്പെട്ടു. അബ്രാഹാമിന് വേണമെങ്കിൽ എന്ത് ചെയ്യാമായിരുന്നു? ഇത് മാറ്റിവെക്കാമായിരുന്നു. പക്ഷെ അബ്രാഹാം മാറ്റിയില്ല. കാരണം ദൈവം അബ്രാഹാമിനോട് ആവശ്യപ്പെട്ടത് രഹസ്യമായിട്ടാണ്. വേറെ ആരും അറിയാതെയാണ് അബ്രാഹാമിനോട് പറഞ്ഞത്. എന്തിനാണെന്നറിയാമോ? അബ്രാഹാമിന്റെ ഉള്ള ദൈവത്തിന് അറിയാൻ വേണ്ടിയായിരുന്നു. നേരം വെളുക്കുമ്പോൾ അബ്രാഹാം പോയില്ലെങ്കിൽ അബ്രാഹാം ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചെന്നുള്ളത്, ദൈവത്തിന്റെ ആലോചന അബ്രാഹാം തള്ളിക്കളഞ്ഞു എന്നുള്ളത് ഒരു മനുഷ്യനും അറിയത്തില്ലായിരുന്നു. പക്ഷെ അബ്രാഹാം എന്ത് ചെയ്തില്ല? അബ്രാഹാം ദൈവത്തിന്റെ ആലോചനകൾ തള്ളിക്കളഞ്ഞില്ല, പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറായി. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇസഹാക്കിനെ ഒരുക്കി, അതുപോലെ യാഗത്തിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി, ആടിനെയും ഒരുക്കി, യാത്രക്കാരെ ഒരുക്കി. ആമേൻ. അബ്രാഹാം വീട്ടിൽ നിന്ന് യാത്ര തിരിച്ചു. സ്തോത്രം. 3-ാം ദിവസം യാഗം നടത്തേണ്ട സ്ഥലത്തെത്തി. സ്തോത്രം. യാഗം നടത്തേണ്ട സ്ഥലം കണ്ടു. കൂടെ ഉള്ളവരോടെല്ലാം അബ്രാഹാം പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇരിപ്പി, ഞാനും ബാലനും അവിടുത്തോളം കടന്നുപോയി യാഗം കഴിച്ച് മടങ്ങി വരാം. സ്തോത്രം. ഇസഹാക്കുമായിട്ട് അബ്രാഹാം യാഗത്തിന് മോറിയ മലയുടെ മുകളിലേക്ക് പോവുകയാണ്. സ്തോത്രം. ഇസഹാക്ക് ചോദിച്ചു, അപ്പാ, കത്തി കയ്യിലുണ്ട്, വിറക് കയ്യിലുണ്ട്, ആട്ടുംകുട്ടി എവിടെ? സ്തോത്രം. യാഗമൃഗം എവിടെ? ഇസഹാക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തുടങ്ങി ഇസഹാക്കിന്റെ ഹൃദയത്തിനകത്തൊരു ഭാരമുണ്ടായിരുന്നു. ആടില്ലല്ലോ, അല്ലെങ്കിൽ യാഗമൃഗമില്ലല്ലോ, ഇതെവിടെയാണെന്നൊരു ഭാരമുണ്ടായിരുന്നു. അപ്പനോടത് തനിക്ക് ചോദിക്കാൻ കഴിഞ്ഞിരുന്നില്ല. തൻ്റെ കൂടെ ദാസന്മാരൊക്കെ ഉണ്ടായിരുന്നു. അബ്രാഹാമിന് തൻ്റെ മകനോട് യാഗമൃഗം യഹോവ കരുതിക്കൊള്ളുമെന്ന് പറയാൻ അബ്രാഹാമിന് കഴിഞ്ഞില്ല. അബ്രാഹാമിന്റെ കൂടെയും ദാസന്മാരൊക്കെ ഉണ്ടായിരുന്നു. യാഗം നടത്തേണ്ട സ്ഥലം കണ്ടപ്പോൾ ദാസന്മാരെ എല്ലാം മാറ്റി നിർത്തിയിട്ട് അബ്രാഹാമും ഇസഹാക്കും മാത്രം മോറിയ മലയുടെ മുകളിലേക്ക് കടന്നു. അങ്ങനെ 2 പേരും മാത്രം വന്നപ്പോൾ ഇസഹാക്ക് ചോദിച്ചു, അപ്പാ, ആടെവിടെ? അല്ലെങ്കിൽ യാഗമൃഗം എവിടെ? സ്തോത്രം. അബ്രാഹാം മറുപടി പറഞ്ഞു, മകനെ, യഹോവ കരുതിക്കൊള്ളും. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായോ? കൂടെ ചിലരൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഭാരമുള്ള വിഷയങ്ങളും പ്രയാസമുള്ള വിഷയങ്ങളും തനിക്ക് തുറന്നു സംസാരിക്കാൻ പറ്റിയിരുന്നില്ല. കൂടെ വന്ന ദാസന്മാരെയൊക്കെ മാറ്റി നിർത്തിയപ്പോഴാണ് അപ്പനോട് നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത്. ഇന്ന് രാത്രിയിൽ എനിക്ക് പറയാനുള്ളൊരു ദൂത് ഇതിനകത്തുണ്ട്. എന്താണെന്നറിയാമോ? നമ്മുടെ കൂടെ ഉള്ളതെല്ലാം മാറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയം തുറന്ന് നമ്മുടെ അപ്പനോട് നമുക്ക് ശരിക്കും സംസാരിക്കാൻ കഴിയുകയുള്ളൂ. ഞാൻ ആ ഭാഗം വേഗത്തിൽ വിടുകയാണ്. സ്തോത്രം. നമുക്ക് വേഗത്തിൽ മടങ്ങി വരാം. ഹല്ലേലൂയ. മോറിയ മലയുടെ മുകളിലേക്ക് ചെന്നു. യാഗപീഠമൊക്കെ റെഡിയാക്കി. പ്രൈസ് ദി ലോർഡ്. യാഗപീഠത്തിന്മേൽ ഇസഹാക്കിനെ കിടത്തി. അബ്രാഹാം എന്ത് ചെയ്തു?
പ്രൈസലോ യാഗം കഴിക്കാൻ വേണ്ടി ആമേ കത്തി കയ്യിലെടുത്തു, വാള് കയ്യിലെടുത്തു. ആമേ ഇസഹാക്കിനെ യാഗപീഠത്തുമ്പിൽ കിടത്തി തുണ്ടം തുണ്ടമായി വെട്ടി യാഗം കഴിക്കാൻ വേണ്ടി കൈ ഓങ്ങിയപ്പോൾ യഹോവയായ ദൈവം വിളിച്ചു, അബ്രാഹാമേ, അബ്രാഹാമേ, പൈതന്റെ മേൽ കൈവെക്കരുതേ. സ്തോത്രം, ഹല്ലേലൂയ. അബ്രാഹാം ആമേ തിരിഞ്ഞു നോക്കിയപ്പോൾ ആമേ കുറുങ്കാട്ടിൽ കുരുങ്ങിക്കിടക്കുന്ന ആട്ടുംകുട്ടിയെ കണ്ടു. സ്തോത്രം. ഇന്ന് രാത്രികാലം ആമേ പ്രൈസലോ വേഗത്തിൽ ഞാൻ പറഞ്ഞു പോകട്ടെ. അബ്രാഹാം ആട്ടുംകുട്ടിയെ കൊണ്ടുവന്ന് യാഗം കഴിച്ചു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അങ്ങനെ അബ്രാഹാം ഈ മൂന്നാമത്തെ പരീക്ഷയും പാസ്സായി. സ്തോത്രം. ആദ്യത്തെ 2 പരീക്ഷ അബ്രാഹാം ജയിച്ചു. ആമേ മൂന്നാമത്തെ പരീക്ഷയായിരുന്നു തന്റെ സ്വന്തം മകനെ യാഗം കഴിക്കണം. ആ പരീക്ഷയിൽ അബ്രാഹാം പാസ്സായി. സ്തോത്രം. ഇനി ഈ പരീക്ഷ അബ്രാഹാം എങ്ങനെ പാസ്സായി? നമുക്ക് അതിന്റെ 10ാമത്തെ വാക്യം വായിക്കാം. 22-ാം അധ്യായത്തിന്റെ 10ാമത്തെ വാക്യം. പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്തു. ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ, അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. ബാലന്റെ മേൽ കൈവെക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായുകൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന്. നീ ദൈവത്തെ ഭയപ്പെടുന്നു. അബ്രാഹാം ഈ പരീക്ഷ പാസ്സാകാനുള്ള കാരണം ദൈവ ഭയമാണ്. സ്തോത്രം. ആമേ അബ്രാഹാമിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരീക്ഷ പാസ്സാകാൻ ഇടയായതിന്റെ 1ാമത്തെ കാരണം ദൈവ ഭയമാണ്. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദം, ഹല്ലേലൂയ, അബ്രാഹാമേ, നിന്റെ ഏകജാതനായ മകനെ നീ എനിക്ക് തരാൻ മടിക്കായിക കൊണ്ട് നീ എന്നെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. സ്തോത്രം. 2ാമത്തതോ അബ്രാഹാമിന് സ്വർഗ്ഗത്തിൽ നിന്നുകൊണ്ട് ദൈവം അബ്രാഹാമിന്റെ വിശ്വാസത്തിന് അംഗീകാരം കൊടുക്കുന്നു. അബ്രാഹാമിന്റെ വിശ്വാസം യഥാർത്ഥ ദൈവ ഭയമാണെന്ന് ദൈവം അംഗീകരിക്കുന്നു. സ്തോത്രം. പലരുടെയും വിശ്വാസം നന്മയുടെ മുകളിലാണ്. അനേകരും ദൈവത്തെ വിശ്വസിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ്. പലരും വിശ്വസിക്കുന്നത് ആമേ രോഗശാന്തി കിട്ടാൻ വേണ്ടി, ആമേ ജോലി കിട്ടാൻ വേണ്ടി, അനുഗ്രഹം കിട്ടാൻ വേണ്ടി, വിടുതൽ കിട്ടാൻ വേണ്ടി, പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ വേണ്ടി, അങ്ങനെ പലരും നന്മയ്ക്ക് വേണ്ടി ദൈവത്തെ വിശ്വസിക്കുമ്പോൾ അബ്രാഹാമിന്റെ വിശ്വാസം നന്മയ്ക്കായിരുന്നില്ല, യഥാർത്ഥ ദൈവഭയമായിരുന്നു. ഇന്ന് രാത്രി എനിക്ക് ചോദിക്കാനുള്ളത്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വിശ്വാസം നന്മയുടെ മുകളിലാണോ അതോ യഥാർത്ഥമായി നിങ്ങളുടെ വിശ്വാസം യഥാർത്ഥ ദൈവഭയമാണോ? ആമേൻ. സ്തോത്രം. അബ്രാഹാം ആമേൻ ദൈവം അബ്രാഹാമിന്റെ വിശ്വാസത്തെ കുറിച്ച് സ്വർഗ്ഗത്തിൽ ഇരുന്നു കൊണ്ട് അംഗീകാരം കൊടുക്കുകയാണ്. ദൈവം വിളിച്ചു പറയുകയാണ്, അബ്രാഹാമേ, ഞാൻ അംഗീകരിക്കുന്നു. നിന്റെ ഏകജാതനായ മകനെ നീ എനിക്ക് യാഗം കഴിക്കാൻ മോറിയ മലയിൽ പോയതും, നീ യാഗത്തിന് വേണ്ടി അവിടെ എത്തിയതും, മോനെ യാഗപീഠത്തിൽ കടത്തിയതും, യാഗം കഴിക്കാൻ വേണ്ടി വാൾ ഓങ്ങിയതും, നീ കത്തി എടുത്തതുമെല്ലാം ഇന്ന് ഞാൻ സമ്മതിക്കുന്നു, യഥാർത്ഥ ദൈവഭയമാണ്, യഥാർത്ഥ ദൈവഭയമാണ്. എന്നാൽ ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, അനേകരുടെയും വിശ്വാസം യഥാർത്ഥ ദൈവഭയമല്ല, കാര്യസാധ്യതയ്ക്ക് വേണ്ടിയാണ്. അനേകരും പറയാറുണ്ട്, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു. എന്തിനു വേണ്ടി? എനിക്ക് സൗഖ്യം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് ജോലി കിട്ടുമെന്ന് വിശ്വസിക്കുന്നു, സാമ്പത്തിക വിടുതലിന് വേണ്ടി വിശ്വസിക്കുന്നു. അങ്ങനെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി അനേകർ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ, അബ്രാഹാമിനെ പോലുള്ള ഭക്തന്മാർ ദൈവത്തെ വിശ്വസിച്ചത് അവരുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി ആയിരുന്നില്ല, അവര് നന്മയ്ക്ക് വേണ്ടി ആയിരുന്നില്ല, അവർ പ്രത്യേക വിടുതലിന് വേണ്ടി ആയിരുന്നില്ല. അവർ ദൈവത്തെ വിശ്വസിച്ചത് യഥാർത്ഥ ദൈവഭയമായിരുന്നു.
ഇന്ന് ഞാൻ ഒരിക്കൽ കൂടെ ചോദിക്കുന്നു, നിങ്ങളുടെ വിശ്വാസം യഥാർത്ഥ ദൈവഭയമാണോ? സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇപ്പോൾ സ്വർഗത്തിൽ നിന്ന് ദൈവം വിളിക്കുകയാണ്. ആമേൻ. ഒന്നുകൂടെ ഞാൻ ആ വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു. അതിന്റെ 10 തൊട്ട് 12 വരെയുള്ള 2 വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കാം. 22-ാം അധ്യായത്തിന്റെ. വേഗം പോട്ടെ. പിന്നെ അബ്രഹാം കൈനീട്ടി തന്റെ മകനെ അറുക്കേണ്ടതിന് കത്തിയെടുത്ത് ഉടനെ യഹോവയുടെ ദൂതൻ ആകാശത്ത് നിന്ന് അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോടൊന്നും ചെയ്യരുത്. നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായ കൊണ്ട് നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. കണ്ടോ, നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ ഇപ്പോൾ അറിയുന്നു. സ്വത്രം. അബ്രാഹാമിന്റെ വിശ്വാസം ദൈവഭയമാണെന്ന് സ്വർഗം അംഗീകാരം കൊടുക്കുന്നു. സ്വത്രം പറഞ്ഞത് ഈ അംഗീകാരം അബ്രാഹാമിന് സ്വർഗത്തിൽ നിന്ന് കർത്താവ് കൊടുത്ത അംഗീകാരമാണ്. അബ്രാഹാമിന്റെ വിശ്വാസം ദൈവഭയമാണെന്ന അംഗീകാരം കർത്താവ് കൊടുക്കുകയാണ്. സ്തോത്രം. അങ്ങനെ പരീക്ഷ പാസ്സായ അബ്രാഹാമിന് സ്വർഗത്തിൽ നിന്നുകൊണ്ട് അംഗീകാരം കൊടുക്കുന്നു, സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. അബ്രാഹാമിന്റെ വിശ്വാസം ദൈവഭയമാണെന്ന് സ്വർഗം അംഗീകരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആമേൻ. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, നമ്മളെ ഓരോരുത്തരും ദൈവം നോക്കിയിട്ട് നമ്മുടെ വിശ്വാസം സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന് പറയാൻ പറ്റുമോ നമ്മുടെ വിശ്വാസം യഥാർത്ഥ ദൈവഭയമാണെന്ന്? ഹല്ലേലൂയ. പലരെയും നോക്കിയിട്ട് ദൈവത്തിന് പറയാൻ പറ്റുന്നില്ല. കാരണം പലരുടെയും വിശ്വാസം നന്മയ്ക്ക് വേണ്ടിയാണ്, അനുഗ്രഹത്തിന് വേണ്ടിയാണ്, വിടുതലിന് വേണ്ടിയാണ്, കാര്യം സാധിച്ചെടുക്കാൻ വേണ്ടിയാണ്. എന്നാൽ അബ്രാഹാമിന്റെ വിശ്വാസം തന്റെ സ്വന്തം കാര്യങ്ങൾ സാധിക്കാൻ വേണ്ടിയല്ല. അബ്രാഹാം ദൈവത്തെ ഭയപ്പെടുന്നു. യഥാർത്ഥ ദൈവഭയമാണ്. സ്തോത്രം. ഇനി ഇതിന്റെ 2-ാം ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. ഈ അംഗീകാരം സ്വർഗത്തിൽ നിന്ന് അബ്രാഹാമിന്റെ വിശ്വാസം യഥാർത്ഥ ദൈവഭയമാണെന്ന് കർത്താവ് അംഗീകാരം കൊടുക്കുമ്പോൾ ആ അംഗീകാരത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. അതിന്റെ ചില പ്രത്യേകതകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ അംഗീകാരം ദൈവം കൊടുത്തതാണ്, സഭ കൊടുത്തതല്ല. സ്തോത്രം. ഈ അംഗീകാരം സഭ കൊടുത്തതല്ല. ഈ അംഗീകാരം ലോകം കൊടുത്തതല്ല. ലോകത്തിലെ ഭക്തന്മാരാരും കൊടുത്തതല്ല. ലോകത്തിലെ ഉന്നതന്മാരാരും കൊടുത്തതല്ല. സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമാണ് വിളിച്ചു പറഞ്ഞത്, നിന്റെ വിശ്വാസം ദൈവഭയമാണെന്ന്. ഈ അംഗീകാരം സ്വർഗത്തിൽ ഇരിക്കുന്ന കർത്താവ് കൊടുത്ത അംഗീകാരമാണ്. ആമേൻ. ഒറ്റ വാക്കി ഞാൻ പറയട്ടെ, അബ്രാഹാമിന്റെ വിശ്വാസത്തിന് അംഗീകാരം ഈ ഭൂമിയിലെ സഭയല്ല കൊടുത്തത്, ഇവിടുത്തെ പാസ്റ്റർമാരല്ല കൊടുത്തത്, ഇവിടുത്തെ ബൈബിൾ സ്കൂൾ അല്ല കൊടുത്തത്, ഇവിടുത്തെ പണ്ഡിതന്മാരാരുമല്ല കൊടുത്തത്. അബ്രാഹാമിന് യഥാർത്ഥത്തിൽ അബ്രാഹാമിന്റെ വിശ്വാസത്തിന് അംഗീകാരം നൽകുന്നത് സർവശക്തനായ ദൈവമാണ്. ദൈവമക്കളെ, നമ്മുടെ വിശ്വാസത്തിന് അംഗീകാരം സ്വർഗത്തിൽ നിന്നാണ് ലഭിക്കേണ്ടത്. ഹല്ലേലൂയ പറഞ്ഞ് സഭയുടെ അംഗീകാരം നമുക്ക് കിട്ടും. പ്രൈസ്. സഭയുടെ അംഗീകാരം വേണമോ? കൂടുതൽ പൈസ കൊടുത്താൽ മതി. സഭ പറയും ആ അച്ചായൻ നല്ല വിശ്വാസിയാണ്. സ്തോത്രം. പ്രൈസലോ. ആ അച്ചായൻ നല്ല വിശ്വാസിയാണ്, സഭയ്ക്ക് വേണ്ടി എല്ലാ കാര്യത്തിലും തലക്ക് നിൽക്കും. കൂടുതൽ ദശാംശം കൊടുത്താൽ മതി, കൂടുതൽ പൈസ കൊടുത്താൽ മതി. സഭ അംഗീകാരം കൊടുക്കും. സ്തോത്രം. ഇന്ന് പലർക്കും അംഗീകാരം, പലരും എങ്ങനെയാണ് നേടുന്നത്? പലരും അംഗീകാരം നേടുന്നത് പ്രസംഗിച്ച് അംഗീകാരം നേടുന്നു, പലരും പഠിച്ച് അംഗീകാരം നേടുന്നു, പലരും പൈസ കൊടുത്ത് എന്ത് ചെയ്യുന്നു? അംഗീകാരം നേടുന്നു. പലർക്കും സഭ അംഗീകാരം കൊടുക്കുന്നു, പലർക്കും ലോകം അംഗീകാരം കൊടുക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, അബ്രാഹാം പഠിച്ചെടുത്ത അംഗീകാരമല്ല, അബ്രാഹാം പ്രസംഗിച്ച് മേടിച്ച അംഗീകാരമല്ല, അബ്രാഹാമിന് സഭ കൊടുത്ത അംഗീകാരമല്ല, അബ്രാഹാമിന് ലോകം കൊടുത്ത അംഗീകാരമല്ല. അബ്രാഹാം തന്റെ സ്വന്തം മകനെ
മോറിയ മലയിൽ കൊണ്ടുപോയി യാഗപീഠത്തിൽ കിടത്തി യാഗം കഴിക്കാൻ വേണ്ടി തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കി യാഗം കഴിക്കാൻ വേണ്ടി യാഗപീഠത്തിൽ കിടത്തി കത്തിയെടുത്ത് വെട്ടാൻ തുടങ്ങിയപ്പോൾ ദൈവം കൊടുത്ത അംഗീകാരമാണ്. അങ്ങനെ ഭക്തനായിരിക്കുന്ന അബ്രാഹാമിന് ഈ അംഗീകാരം കിട്ടിയത് ജീവിതത്തിലൂടെയാണ്, പ്രസംഗത്തിലൂടെയല്ല. സ്വന്തം ഇത് അബ്രാഹാം പഠിച്ചെടുത്തതല്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഇത് അബ്രാഹാം സഭയിൽ നിന്ന് കിട്ടിയതല്ല. ഇത് അബ്രാഹാമിന് ലോകം കൊടുത്തതല്ല. അബ്രാഹാം തന്റെ സ്വന്തം മകനെ ദൈവത്തിന് വേണ്ടി യാഗം കഴിക്കാൻ വേണ്ടി തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു മകന് കൊണ്ടുപോയി യാഗപീഠം ഉണ്ടാക്കി യാഗപീഠത്തിൽ കിടത്തി അബ്രാഹാം കൈയും കാലും കെട്ടി തന്റെ സ്വന്തം മകനെ യഹോവയ്ക്ക് വേണ്ടി വെട്ടി നുറുക്കി യാഗം കഴിക്കാൻ വാളെടുത്തു. അങ്ങനെ ജീവിതത്തിലൂടെ നേടിയെടുത്തതാണ്. ദൈവമക്കളെ, ആത്മീയ അംഗീകാരം ജീവിതത്തിലൂടെ നേടേണ്ടതാണ്. പലരും പ്രസംഗത്തിലൂടെ നേടിയെടുത്തു, പലരും വലിയ ഡിഗ്രി പഠിച്ച് നേടിയെടുത്തു. ഞാൻ അതിനൊന്നും കണ്ണിക്കുന്നില്ല, അതിനൊന്നും തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, ഭക്തന്മാരൊക്കെ പഠിത്തത്തെക്കാളും പഠിത്തം മോശമാണെന്നല്ല ഞാൻ പറഞ്ഞത്, ജീവിതത്തിലൂടെ അംഗീകാരം. ഇന്ന് രാത്രി ഞാൻ അതിന്റെ മൂന്നാം ഭാഗത്തേക്ക് പോകട്ടെ. ഈ അംഗീകാരം അബ്രാഹാമിന് കിട്ടുമ്പോൾ ആമേൻ, ആ സമയം ഒന്ന് ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അബ്രാഹാം കനാൻ ദേശത്ത് വന്ന് 100 വയസ്സ്, അല്ലെങ്കിൽ അബ്രാഹാമിന് 100ാമത്തെ വയസ്സിലാണ് ഇസഹാക്ക് ജനിക്കുന്നത്. ഈ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോവുകയാണ്. ഈ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുപോകുമ്പോൾ വേദപണ്ഡിതന്മാര് പല അഭിപ്രായങ്ങളാണ്. പലർ പറയുന്നത് 15 വയസ്സ്, ചിലർ 17 പറയുന്നു, ചിലർ അതിൽ കൂടുതൽ പറയുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഒരു 16-17 വയസ്സിൽ ഉണ്ട്. സ്തോത്രം. 75ാമത്തെ വയസ്സിൽ അബ്രാഹാമിനെ വിളിച്ചു. 25 വർഷം പിന്നിട്ടപ്പോൾ ഇസഹാക്ക് ഉണ്ടായി. അപ്പോൾ 25 വർഷം ആ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ ഒരു 15 കൂട്ടുന്നുള്ളൂ. 25, 15, 40 വർഷങ്ങൾക്ക് ശേഷമാണ് കർത്താവ് പറഞ്ഞത്, നിന്റെ വിശ്വാസം ദൈവഭയമാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഹല്ലേലൂയ പറഞ്ഞാട്ട്. ദൈവത്തില് കഴിഞ്ഞ 40 വർഷം അബ്രാഹാമിന്റെ വിശ്വാസ ജീവിതം നോക്കിയിട്ട് 40ാമത്തെ വർഷത്തെ ദൈവം വിളിച്ചു പറയുന്നു, നിന്റെ വിശ്വാസം യഥാർത്ഥ ദൈവഭയമാണ്. സ്തോത്രം പറഞ്ഞ് നമ്മളായിരുന്നെങ്കിൽ അബ്രാഹാമിന് 5ാമത്തെ വർഷം എന്ത് ചെയ്തേന്? 5ാമത്തെ വർഷം നമ്മള് BTH, MTH, ഡോക്ടറേറ്റും കൊടുത്തിട്ട് അബ്രാഹാമിനെ പിന്നെ അതിന്റെ മോളിൽ കയറ്റിയന്. എന്നാൽ നമ്മുടെ കർത്താവോ കഴിഞ്ഞ 40 വർഷത്തെ ജീവിതം നോക്കിയിട്ടാണ് പറഞ്ഞത്, യഥാർത്ഥ ദൈവഭയമാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ എനിക്ക് പറയാനുള്ളത്, ദൈവമക്കളെ, സ്വർഗീയ അംഗീകാരത്തിന് ജീവിതം ആവശ്യമാണ്. സ്തോത്രം. 40 വർഷത്തെ ജീവിതം അബ്രാഹാമിന് ഇപ്പോഴുണ്ട്. 1-2 വർഷമല്ല, 25 വർഷം കഴിഞ്ഞ് ഇസഹാക്ക് ഉണ്ടാകുന്നു. ആ 25 വർഷത്തെ ജീവിതത്തിന് ശേഷം ഇസഹാക്ക് ഉണ്ടാകുന്നു. ഇസഹാക്കിനെ യാഗം കഴിക്കാൻ പോകുമ്പോൾ 17 വയസ്സാണ്, പക്ഷെ നമ്മൾ 15 കൂട്ടിയിട്ടുള്ളൂ. അങ്ങനെ 40 വർഷത്തെ തന്റെ ജീവിതത്തെ നോക്കിയിട്ട് സ്വർഗം വിളിച്ചു പറഞ്ഞു, അബ്രാഹാമേ, നിന്റെ വിശ്വാസം യഥാർത്ഥ ദൈവഭയമാണ്. ഇന്ന് രാത്രി എനിക്ക് ചോദിക്കാനുള്ളത്, ദൈവപൈതലേ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ നോക്കിയാൽ ദൈവത്തിന് പറയാൻ കഴിയുമോ? നമ്മുടെ ജീവിതം നോക്കിയിട്ട് യഥാർത്ഥ വിശ്വാസമാണെന്നും അത് ദൈവഭയമുള്ള വിശ്വാസമാണെന്നും പറയാൻ കഴിയുമോ? സ്തോത്രം. 3ാമത്തെ പരീക്ഷ പാസ്സായപ്പോൾ അബ്രാഹാമിന്റെ വിശ്വാസത്തിന് സ്വർഗത്തിൽ നിന്ന് അംഗീകാരം കൊടുത്തു, യഥാർത്ഥ ദൈവഭയമാണെന്ന്.
സ്തോത്രം പറയാൻ നമുക്ക്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഈ 3 പരീക്ഷകളും അബ്രഹാം പാസ്സാകുന്നു. ഒന്നാമത്തെ പരീക്ഷ ചാർച്ചക്കാരെ വിടണം, പൃഥുഭവനം വിടണം, ദേശം വിടണം. അബ്രഹാം ആ പരീക്ഷ പാസ്സായി. രണ്ടാമത്തെ പരീക്ഷ സാമ്പത്തികമായിരുന്നു. ഇഷ്ടംപോലെ പണം വെട്ടി എടുക്കാൻ തക്ക നിലയിലെ തൻ്റെ മുമ്പിൽ ദേശം കിടന്നിട്ട് 1 സെന്റ് സ്ഥലം പോലും അബ്രഹാം വെട്ടിയെടുക്കാൻ തയ്യാറായില്ല. സാമ്പത്തികമായി ഒരു നേട്ടത്തിന് വേണ്ടിയും അബ്രഹാം മുൻപോട്ട് പോകാതെ ലോത്തിനോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. ആ പരീക്ഷയിൽ അബ്രഹാം പാസ്സായി. മൂന്നാമത്തെ പരീക്ഷയായിരുന്നു ഏറ്റവും വിലയുള്ള തൻ്റെ സ്വന്തം മകനെ കൊടുക്കണം. ആ പരീക്ഷയിലും അബ്രഹാം പാസ്സായി. അങ്ങനെ ദൈവത്തിന്റെ പരീക്ഷ വിജയകരമായി അബ്രഹാം പാസ്സായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വിശുദ്ധ ബൈബിളിലെ ഒരു പരീക്ഷ ഞാൻ പറഞ്ഞു, 2 പരീക്ഷ കൂടെ പറയാനുണ്ട്. അതിൽ ഒരു പരീക്ഷ ഞാനിപ്പോ മാറ്റി വെക്കുന്നു. ഒന്നിന്റെ ചില കാര്യം കൂടെ ഞാൻ പറയാം. സ്വന്തം മോഹങ്ങളാൽ നമ്മൾ പരീക്ഷിക്കപ്പെടുന്നു. അത് അടുത്ത എപ്പിസോഡിൽ ഞാൻ പറയാം. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന അത് തീർത്തെനിക്ക് പറയാൻ കഴിയില്ല. എങ്കിലും ഇതിന്റെ ഈ പരീക്ഷയുടെ പ്രത്യേകത ഒന്ന് അറിയാൻ വേണ്ടി അതൊന്ന് തൊടുകയാണ് ഞാൻ. അത് മൂന്നാമത്തെ പരീക്ഷ, പിശാചിന്റെ പരീക്ഷ. സ്തോത്രം. പിശാച് നമ്മളെ പരീക്ഷിക്കും. യോബിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പ്രൈസ് ദി ലോർഡ്, പിശാച് പറഞ്ഞു, നീ അവനും അവനുള്ളതിനൊക്കെയും വേലി കെട്ടിയിരിക്കുന്നു, നീ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നത് കൊണ്ട് അവൻ വിശ്വാസിയായിരിക്കുന്നു. സത്യമാണ്. സ്തോത്രം. ഇന്ന് പലരും ദൈവത്തെ വിശ്വസിക്കുന്നത് അനുഗ്രഹിച്ചത് കൊണ്ടാണ്. സ്തോത്രം. പിശാച് പറഞ്ഞു, നീ അവനുള്ളതൊക്കെയും അനുഗ്രഹിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് അവൻ ഭക്തനായിരിക്കുന്നത്, അതുകൊണ്ടാണ് അവൻ നീതിമാനായിരിക്കുന്നത്, അതുകൊണ്ടാണ് അവൻ വിശ്വാസിയായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പലരും പ്രാർത്ഥിച്ചു മറുപടി കിട്ടിയത് കൊണ്ടാ, പ്രാർത്ഥിച്ച വിഷയത്തിന് ജയം കിട്ടിയത് കൊണ്ടാ, പല നന്മയും കിട്ടിയത് കൊണ്ടാ, പല അനുഗ്രഹവും കിട്ടിയത് കൊണ്ടാ, പല നേട്ടങ്ങളും കിട്ടിയത് കൊണ്ടാ വിശ്വാസിയായിരിക്കുന്നത്. അതാ പിശാച് പറഞ്ഞത്. സ്തോത്രം. ആമേൻ. നന്മയുടെ മുകളിലാണ് അവന്റെ വിശ്വാസം. നീ അവനുള്ളതെല്ലാം അനുഗ്രഹിച്ചിരിക്കുന്നു, അതുകൊണ്ടാണ് അവൻ വിശ്വാസിയായിരിക്കുന്നത്. ആ നന്മകളെല്ലാം നീ അവന് കൊടുത്തിരിക്കുകയാണ്. സമ്പത്ത്, മക്കള്, സമ്പത്ത്, അത് വേണ്ട ലോകത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങൾ കൊണ്ടും നീ അവനെ നിറച്ചിരിക്കുന്നത് കൊണ്ട് അവൻ വിശ്വാസിയായിരിക്കുന്നു. കർത്താവ് പറഞ്ഞു, അല്ല, എൻ്റെ ഭക്തനായിരിക്കുന്ന യോബിന്റെ വിശ്വാസം നീ പറഞ്ഞതുപോലെ നന്മയുടെ മുകളിലല്ല. കർത്താവ് അത് തെളിയിക്കാൻ തീരുമാനിച്ചു. കർത്താവ് പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, നീ അവനെ പരീക്ഷിച്ചു, അവന്റെ നന്മ മൊത്തം കളഞ്ഞേക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വളരെ ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒന്നാമത്തെ പരീക്ഷയുടെ പ്രത്യേകത പറയാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. പിശാചിന്റെ പരീക്ഷയുടെ പ്രത്യേകത ഒന്ന്, മുന്നറിയിപ്പില്ല. കർത്താവിന്റെ പരീക്ഷയ്ക്ക് തലേ ദിവസം ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി. ഈ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കിട്ടുകയില്ല. യോബ് അറിയാതിരിക്കുമ്പോൾ ഒരു ദിവസം പെട്ടെന്ന് എന്ത് ചെയ്യുന്നു? യോബിന്റെ സമ്പത്തുക്കളൊക്കെ പോകുന്നു, പെട്ടെന്ന് മക്കള് മരിക്കുന്നു, പെട്ടെന്ന് യോബിന് രോഗം വരുന്നു. അങ്ങനെ പെട്ടെന്ന് യോബ് തകരാൻ തുടങ്ങി. അങ്ങനെ തകർന്ന് അദ്ദേഹം ഒരു വലിയ മഹാരോഗിയായി മാറുന്നു. എല്ലാം നഷ്ടപ്പെടുന്നു. സ്തോത്രം. രണ്ടാമത്തെ പ്രത്യേകത, പിശാചിന്റെ പരീക്ഷ കാഠിന്യമാണ്. സ്തോത്രം. എന്നാൽ ആദ്യത്തെ പരീക്ഷയില് ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ പരീക്ഷയില് കാഠിന്യമായിരുന്നു. ഇയ്യോബ് വലിയ കാഠിന്യമായ ശോധനയിലൂടെ കടന്നുപോയി. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ വിശുദ്ധ ബൈബിൾ പറയുന്നത് ഇയ്യോബ് ആ പരീക്ഷ പാസ്സായി. പിശാചിന്റെ പരീക്ഷയിൽ ഇയ്യോബ് തോറ്റുപോയില്ല. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന എല്ലാ പ്രതികൂലത്തിൽ നിന്നും, എല്ലാ രോഗത്തിൽ നിന്നും, എല്ലാ തകർച്ചയിൽ നിന്നും
ദൈവം ഇയ്യോബിനെ എന്ത് ചെയ്തു? ആമെ മടക്കിക്കൊണ്ടുവന്നു. 42 അധ്യായത്തിന്റെ 3 വായിക്കുന്നത്, അറിവ് കൂടാതെ ആലോചന മറിച്ചിടുന്ന ഇവൻ ആരാകുന്നു, ഞാൻ തിരിച്ചറിയാതെ പറഞ്ഞു പോയി. ഒരു ദിവസം ദൈവം എന്തിനെന്നറിയാമോ? സാത്താന്റെ ആലോചന മറിച്ചിട്ട് ഇയ്യോബിനെതിരെ കൊണ്ടുവന്ന സാത്താന്റെ സകല ആലോചനകളും, മനുഷ്യന്റെ സകല ആലോചനകളും, സകല പ്രതികൂലങ്ങളും മറിച്ചിട്ടുകൊണ്ട് ഇയ്യോബിനെ വലിയ കഷ്ടതയിൽ നിന്ന് വിടുവിച്ചു. അങ്ങനെ ഇയ്യോബ് ആ പരീക്ഷ പാസ്സായി. സ്തോത്രം. ഇനി ഇയ്യോബ് എങ്ങനെയാണ് പരീക്ഷ പാസ്സായത്? സ്വന്തം അബ്രാഹാം എങ്ങനെയാണ് പരീക്ഷ പാസ്സായത്? അബ്രാഹാം പരീക്ഷ പാസ്സായത് ദൈവഭയമാണ്. ഇയ്യോബ് പരീക്ഷ പാസ്സായത് എന്താണെന്നറിയാമോ? ദൈവത്തെ കുറിച്ചുള്ള തിരിച്ചറിവാണ്, ഇയ്യോബിന്റെ അറിവാണ്. ഇയ്യോബ് ഇങ്ങനെ പറഞ്ഞു, എല്ലാം ദൈവം തന്നു, എല്ലാം ദൈവം എടുക്കുന്നു. സ്തോത്രം. എല്ലാം ദൈവം തരുന്നു, എല്ലാം ദൈവം എടുക്കുന്നു. സ്തോത്രം. ഞാൻ ഇങ്ങനെ തകർന്ന് 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 ഞാൻ മണ്ണോട് മണ്ണായി പൊടിമേൽ നിന്നാലും ഞാൻ അവിടെ നിന്നുകൊണ്ട്, ആ പൊടിയിൽ നിന്നുകൊണ്ട് എൻ്റെ ദൈവത്തെ കാണും. ആ ഇയ്യോബ് എന്ന ഭക്തന്റെ ആ വലിയ അറിവാണ് ആ പരീക്ഷ അയാൾ പാസ്സായത്. അതുകൊണ്ട് ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, പിശാചിന്റെ പരീക്ഷ പാസ്സാകണമെങ്കിൽ ദൈവത്തെ കുറിച്ചും ദൈവവചനത്തെ കുറിച്ചും ദൈവിക പദ്ധതികളെ കുറിച്ചും ദൈവത്തിൻ്റെതായ കാര്യപരിപാടികളെ കുറിച്ചും അറിവുള്ള ദൈവമക്കൾക്ക് മാത്രമേ ആ പരീക്ഷ പാസ്സാകാൻ കഴിയുകയുള്ളൂ. അല്ലാത്തവരൊക്കെ തോറ്റുപോകും. ഞാൻ ഇന്ന് രാത്രിയിലെ എൻ്റെ മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. ഈ മെസ്സേജ് തീർന്നിട്ടല്ല. ഞാൻ പിശാചിന്റെ പരീക്ഷ എന്ന വിഷയം നമുക്ക് മുൻപോട്ട് പറയാൻ കിടക്കുകയാണ്. ഈ ദൈവത്തിന്റെ പരീക്ഷയുടെ പ്രത്യേകത പറയാൻ വേണ്ടി അത് തൊട്ടെന്നുള്ളതേ ഉള്ളൂ. കാരണം ദൈവത്തിന്റെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കിട്ടും, പിശാചിന്റെ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നേരത്തെ കിട്ടില്ല. ദൈവത്തിന്റെ പരീക്ഷ അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവ സാന്നിധ്യമുണ്ട്. പിശാചിന്റെ പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ ദൈവ സാന്നിധ്യമില്ല. പ്രൈസോ. മൂന്നാമത്തെ പ്രത്യേകത, പിശാചിന്റെ പരീക്ഷയിലൂടെ കടന്നു പോകുമ്പോൾ അത് ഏറ്റവും കാഠിന്യമേറിയതായിരിക്കും. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നെ ഇതുവരെയും കേട്ടുകൊണ്ടിരുന്ന ദൈവമക്കളോട് ഇന്ന് രാത്രി ഞാൻ ഒരു ചോദ്യ ചിഹ്നത്തോടു കൂടി എൻ്റെ ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കുന്നത്, നിങ്ങളുടെ വിശ്വാസം യഥാർത്ഥ ദൈവഭയമോ? സ്തോത്രം. ഇയ്യോബിന്റെ വിശ്വാസം യഥാർത്ഥമായ ദൈവഭക്തിയായിരുന്നു. ഇയ്യോബിന്റെ വിശ്വാസം നന്മയായിരുന്നില്ല, അനുഗ്രഹമായിരുന്നില്ല. നന്മ മുഴുവനും പോയപ്പോഴും, അനുഗ്രഹം മുഴുവനും പോയപ്പോഴും ഇയ്യോബിന്റെ വിശ്വാസം പോയില്ല. കാരണം ഇയ്യോബിന്റെ വിശ്വാസം നന്മയുടെ മുകളിലല്ല, അത് യഥാർത്ഥ ദൈവഭക്തിയായിരുന്നു. അബ്രാഹാമിന്റെ വിശ്വാസം യഥാർത്ഥ ദൈവഭയമായിരുന്നു. ഇന്ന് രാത്രി എൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എൻ്റെ ചോദ്യം, നിങ്ങളുടെ വിശ്വാസം ദൈവഭയമാണോ, ദൈവഭക്തിയാണോ, അതോ കാര്യസാധ്യതയാണോ? പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രികാലം നമ്മുടെ വിശ്വാസത്തിന് സ്വർഗം അംഗീകാരം നൽകട്ടെ. ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന ആശീർവാദം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. സ്തോത്രം.